ഈച്ചകൾ നിങ്ങളുടെ വീട്ടിലുള്ള ഡൈനിങ് ടേബിളിലും ഭക്ഷണത്തിലും വന്നിരുന്നിട്ടുണ്ടെങ്കിൽ മാരകമായിട്ടുള്ള രോഗത്തിന് നിങ്ങൾ അടിമയാവും. അപ്പോൾ ഈച്ചയെ തുരത്താൻ ഏറ്റവും നല്ല ബെസ്റ്റ് സൊല്യൂഷനായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വാങ്ങി ഉപയോഗിച്ചോ, ബെസ്റ്റ് പ്രോഡക്റ്റ് ആണ്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിപ്പോൾ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും ഈച്ചകൾ വന്നിരുന്നിട്ടുള്ള നല്ല പ്രശ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ഈച്ച എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഏറ്റവും കൂടുതൽ ചൂട് കൂടുള്ള സമയം ആയതുകൊണ്ട് തന്നെ നമ്മൾ പുറത്തുനിന്നൊക്കെ ഫ്രൂട്ട്സ് ഒക്കെ നല്ല രീതിക്ക് വാങ്ങുന്ന ഒരു സമയമാണ് ഇപ്പോൾ. അപ്പൊ ഫ്രൂട്ട്സ് നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാല് നിങ്ങളത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നിങ്ങളത് കഴിക്കാനായിട്ട് പോകുന്ന സമയത്ത് അപ്പൊ തന്നെ കിച്ചണിലും അതുപോലെ തന്നെ നമ്മുടെ ഡൈനിങ് ടേബിളിലൊക്കെ ഒരുപാട് ഈച്ചകൾ വന്നിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ ഉച്ചഭക്ഷണം അല്ലെങ്കിൽ രാവിലത്തെ ഭക്ഷണം അല്ലെങ്കിൽ രാത്രി കഴിക്കുമ്പോഴായാലും എല്ലാ സമയത്തും നമ്മുടെ വീട്ടിൽ ഈച്ച തന്നെയാണ്. ഈ ഒരു ചൂട് സമയത്തും പല സ്ഥലങ്ങളിലും പുറത്തുനിന്നൊക്കെ ലൈമും അതുപോലെ തന്നെ വത്തക്ക വെള്ളമൊക്കെ വെക്കുന്ന ആൾക്കാരുടെ പരിസരത്ത് നിങ്ങൾക്ക് പോയി നോക്കിയാൽ മനസ്സിലാവും ഒരുപാട് ഈച്ചയെ കൊണ്ട് അവരൊക്കെ ബുദ്ധിമുട്ടുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോ ഈച്ച വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് കസ്റ്റമേഴ്സ് വരില്ല. കാരണം കസ്റ്റമേഴ്സിന് ഇത് കാണുമ്പോൾ ഒരു അരോചകത്വം തോന്നുകയും അവർ വരാണ്ടിരിക്കുകയും ചെയ്യും. അപ്പൊ ഈച്ചകൾ വന്നിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാല് നമുക്ക് ഉണ്ടാക്കുന്ന രോഗങ്ങളെ പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരും വളരെ ചെറിയ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്നതാണ്. ഈച്ച എന്ന് പറഞ്ഞാൽ പല സംഭവങ്ങളിലും പോയിരുന്ന് ആ ഒരു വേസ്റ്റ് ആണ് നമ്മളെ ഇതിലും വന്നിരിക്കുന്നത്. അപ്പൊ ഒരുപാട് രോഗങ്ങൾ പരത്താനുള്ള ഒരു വലിയൊരു കാരണമാണ് ഈച്ച എന്ന് പറയുന്ന സംഭവം. എന്നാല് നമുക്ക് ആ ഈച്ചനെ അങ്ങോട്ട് തുരത്തിയാലോ? ഈ ഒരു സംഭവം കണ്ടോ? ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇത് വലിയൊരു സംഭവം ഒന്നല്ല, പക്ഷേ ഇതിന്റെ ഉപയോഗവും ഇതിന്റെ റിസൾട്ടും പക്ക റിസൾട്ടാണ്. ഈ ഒരു സംഭവം എന്ന് വെച്ചാല് പല ആൾക്കാരും തള്ളിക്കളയുന്ന ഒരു സംഭവമാണ്. അതായത് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാല് ഈച്ചയെ ഇങ്ങനെ തുരത്താൻ പറ്റുമോ, അല്ലെങ്കിൽ നമുക്ക് അത് അത്രത്തോളം യൂസ്ഫുൾ ആണ്, അല്ലെങ്കിൽ ഈച്ചയെ കിട്ടുമോ എന്നൊക്കെയുള്ള ഡൗട്ട് പല ആൾക്കാർക്കും ഉണ്ട്. ഈ ഒരു പ്രോഡക്റ്റ് പല ആൾക്കാരും വിൽക്കാൻ വേണ്ടി കൊണ്ടുവരാറുണ്ടെങ്കിലും ഇത് പല ആൾക്കാരും ഇഗ്നോർ ചെയ്യുകയാണ് ചെയ്യില്ല. പല വീട്ടുകാരും ഇത് ഒഴിവാക്കും. കാരണം നമുക്ക് വേണ്ട, അവരെ അങ്ങോട്ട് ഒഴിവാക്കി വിടും. നമുക്ക് വേണ്ട, കാരണം അതിനെ കൊണ്ടൊന്നും വലിയ കാര്യമില്ല എന്നുള്ളൊരു നിലപാടാണ്. പക്ഷെ ഈ ഒരു സാധനം പക്ക റിസൾട്ടാണ്. നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി വാങ്ങി യൂസ് ചെയ്യാം. ഒന്നിനാകെ വരുന്നത് വെറും 10 രൂപ മാത്രമാണ്. നമ്മുടെ ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കിച്ചണിലോ എവിടെയാണെങ്കിലും കുട്ടികളൊന്നും എടുക്കാത്തൊരു തരത്തില് നമ്മളിത് വെക്കുകയാണെങ്കിൽ പ്രത്യേകം സൂക്ഷിക്കണം. നമ്മുടെ ഭക്ഷണ സാധനത്തിന്റെ അടുത്തൊന്നും വെക്കരുത്. നമ്മൾ ഒഴിഞ്ഞൊരു സ്ഥലത്ത് കൃത്യമായിട്ട് വെക്കുകയാണെങ്കിൽ ഈച്ചകൾ മൊത്തം ഇതിന്റെ അകത്ത് വന്ന സ്റ്റിക്കർ ആവുന്നത് കാണാൻ പറ്റും. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു സ്റ്റിക്കറാണ്, ഇതിന്റെ അകത്തൊരു സ്റ്റിക്കറാണ്, ഒരു ഗമ്മാണ്. ഇത് നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ 2 പാളിയായിട്ട് നമുക്ക് കിട്ടും. ആ 2 പാളി ഇങ്ങനെ തുറന്നു വെച്ച് കഴിഞ്ഞാൽ വളരെ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഈച്ചകളൊക്കെ വന്ന് ഇതിന്റെ അകത്ത് പൊട്ടി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. മറ്റുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ഒരുപാട് ഭാഗം ഈച്ചകൾ ഇത് മുഖാന്തരം പോവുകയും ചെയ്യും. അപ്പൊ ഇതാണ് സംഭവം. ഇനിയിപ്പോ ഇത് വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഈച്ചയെ നമ്മൾ തുരത്തുന്നതെന്നോ നമ്മൾ പിടിക്കുന്നതെന്നുള്ള കാര്യം നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ നമുക്ക് നേരിട്ട് വീഡിയോയിലോട്ട് പോയാലോ? ഏറ്റവും വലിയൊരു മണ്ടത്തരം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഇത് വാങ്ങിയിട്ട് ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ അവരത് ഉപേക്ഷിച്ച ആൾക്കാരും ഉണ്ട്. അപ്പോൾ ഇത് നൈസായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നടുവിൽ ഇങ്ങനെ പുലർത്തിയെടുക്കുക. കാരണം ഇതിൻ്റെ നടുക്കാണ് ഈ ഗം ഇരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഇത് അടർത്തിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഈ ഡൈനിങ് ടേബിളിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ തന്നെ നമ്മൾ വിരിച്ചിട്ട് നമുക്കിവിടെ വെക്കാം. ഇത് നല്ല രീതിക്ക് ശക്തി ഉണ്ടാവും കേട്ടോ. അത് നല്ല ശക്തി കൊടുത്ത് നമ്മൾ വലിക്കുക. ഇതൊരു ഗമ്മാണ്. ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ഇതാ ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്താൽ മതി. ഇങ്ങനെ ഇവിടെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈച്ച ഇതിൻ്റെ അകത്ത് നമ്മൾ 2-3 തവണ യൂസ് ചെയ്തതുകൊണ്ട് ഇപ്പോൾ ഈച്ച കുറവാണ്. ഇതാ ഒരെണ്ണം വന്ന് കുടുങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ഗമ്മായതുകൊണ്ട് തന്നെ ഇനി ആ ഈച്ചക്ക് ഇവിടെ നിന്ന് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇവിടെ വന്ന് ലോക്കായി കഴിഞ്ഞാൽ ഇവിടെ ഈച്ചേൻ്റെ പടം ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ഈച്ചകളെയും ഇതിൻ്റെ അകത്തോട്ട് അത് ആകർഷിക്കും. അങ്ങനെയാണ് കുറേ ഈച്ചകൾ ഇതിൻ്റെ അകത്ത് വന്ന് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ തുടരെ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തത് കൊണ്ട് തന്നെ ഇപ്പോൾ ഇവിടെ ഈച്ചകൾ കുറവാണ് കേട്ടോ. താരതമ്യേന നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോൾ കുറവാണ്. ഇത് രണ്ടാമതൊരു ഈച്ചയും കൂടെ അവിടെ വന്ന് സെറ്റാകുന്നത് നിങ്ങൾക്കിപ്പോൾ വീഡിയോ തന്നെ കാണാൻ പറ്റും. ഇനി ഇതിനെ കണ്ടാണ് വേറെയും ഇതുപോലെ വന്ന് ഇതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിച്ച് നിൽക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഇത്രയും ഈച്ചകൾ വന്ന് ഇവിടെ ഒട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് ഒന്നിൽ കൂടുതൽ തവണ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നല്ല രീതിക്ക് തന്നെ ഈച്ച കുറഞ്ഞിട്ടുണ്ട്. നല്ല രീതിക്ക് എന്ന് വെച്ചാൽ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. സാധാരണയായിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണ സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ പറഞ്ഞാൽ വന്ന് പൊതിയുന്നൊരവസ്ഥയാണ്. ഇതൊരു 3-4 തവണ യൂസ് ചെയ്തതിന് ശേഷം ഈച്ച താരതമ്യേന നല്ല രീതിക്ക് തന്നെ കുറവുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏറ്റവും ധൈര്യത്തോടു കൂടി നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. വിലയാണെങ്കിൽ വളരെ ചീപ്പായിട്ടേ ഉള്ളൂ. വെറും 10 രൂപ മാത്രമേ നിങ്ങൾ ഇതിൻ്റെ അകത്ത് മുടക്കണ്ടൂ. ഒരു 5 എണ്ണം നിങ്ങൾ വാങ്ങി വെച്ച് കഴിഞ്ഞാൽ ഒരു 5 ദിവസം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ വീട്ടിലുള്ള ഈച്ചകൾ കംപ്ലീറ്റ് കഴിഞ്ഞു.
പിന്നെ ആ ശല്യം നിങ്ങൾക്ക് ഉണ്ടാവുകയേ ഇല്ല. അത് ധൈര്യത്തോടു കൂടി ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരുന്നൊരു പ്രോഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ്. കാരണം നമ്മൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് ഉണ്ട് എന്ന് കണ്ട ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. എന്നാൽ ഭൂരിപക്ഷം ആൾക്കാരും ഇത് സ്കിപ്പ് ചെയ്യലാണ്. കാരണം ഏതെങ്കിലും ആൾക്കാർ വിൽക്കാനൊക്കെ കൊണ്ടുവന്നാൽ 10 രൂപക്ക് കിട്ടുന്ന സാധനം കൊണ്ട് ഇത്രയും റിസൾട്ട് ഉണ്ടാവുമെന്ന് കരുതിയിട്ട് ഭൂരിപക്ഷം ആൾക്കാരും ഇത് ഒഴിവാക്കുന്നതാണ്, അല്ലെങ്കിൽ ഇതിനെ പുച്ഛിച്ച് വിടുന്നൊരു സംഭവമാണ് ഈ സംഭവം എന്ന് പറഞ്ഞാൽ. എന്നാലും നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല രീതിക്ക് തന്നെ നമുക്ക് റിസൾട്ട് തരുന്ന ഒരു ഗുഡ് പ്രോഡക്റ്റ് ആണെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഇനി നിങ്ങൾ വാങ്ങി ഉപയോഗിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യും. നിങ്ങളുടെ വീട്ടിൽ ഇത് വാങ്ങുക, ഉപയോഗിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ അനുഭവം എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റിലൂടെ നമ്മളെ അറിയിച്ചാൽ ഏറ്റവും നല്ലത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടു എത്രത്തോളം ഉണ്ടെന്ന്, അതിൻ്റെ അകത്ത് എത്ര ഈച്ച വന്നിരുന്നു എന്നും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും വളരെ 10 രൂപ മാത്രം ചീപ്പ് റേറ്റിൽ കിട്ടുന്ന ഒരു സംഭവമാണിത്. ഇത് ഉപയോഗിക്കണോ അല്ലെങ്കിൽ നിർബന്ധിച്ചൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുക. കാരണം നമുക്കറിയാൻ പറ്റും ഒരുപാട് ഈച്ചകളൊക്കെ നമുക്ക് ഇതുകൊണ്ട് തുരത്താൻ പറ്റിയിട്ടുണ്ട്. ചെറിയ സംഭവമൊന്നുമല്ല. അപ്പൊ ഇത് യൂസ്ഫുൾ ആണോ എന്ന് ചോദിച്ചാൽ പക്ക യൂസ്ഫുൾ ആണെന്ന് എനിക്ക് പറയാൻ പറ്റും. ചിലപ്പോ ഇപ്പോ 1, 2 അല്ലെങ്കിൽ 3, 4 നിങ്ങൾക്ക് വേണ്ടി വരും. കാരണം വരും ദിവസങ്ങളിലും വെക്കേണ്ടി വരും. നമുക്കറിയാം ഈച്ചകൾ എന്ന് പറഞ്ഞാല് ലക്ഷങ്ങളും ലക്ഷോപരി ലക്ഷങ്ങളും ഉണ്ടാവും. ചിലപ്പോൾ പുറത്തു നിന്നാണ് നിങ്ങളുടെ വീട്ടിലോട്ട് വരികയും ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഒരു 4-5 എണ്ണം തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങി വെക്കേണ്ടി വരും. എന്നാൽ പോലും നിങ്ങൾക്ക് ഒരു 50 രൂപ മാത്രമേ ചിലവാവുള്ളൂ. അല്ലാതെ മറ്റുള്ള സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ മേടിച്ച് വെക്കുന്നതാണെങ്കിൽ അത് നിങ്ങളുടെ വീട്ടിലും പ്രശ്നമാണ്, ഭക്ഷണം പാകം ചെയ്യുമ്പോൾ പ്രശ്നമാണ്, ഇനി കുട്ടികളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും പ്രശ്നമാണ്, ഇനി നിങ്ങൾ വളർത്തുന്ന പെറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും പ്രശ്നമാണ്. അത്തരത്തിലുള്ള മരുന്നുകളോ അല്ല കാര്യങ്ങളോ ഒക്കെ തേക്കുന്നത് അല്ലെങ്കിൽ സ്പ്രേ ഒക്കെ അടിക്കുന്നത് അതൊക്കെ നമ്മൾ തന്നെ ശ്വസിക്കാനിടയാവും. ഈ ഒരു സാധനമാകുമ്പോൾ ഇത്തരത്തിലുള്ള യാതൊരുവിധ പ്രശ്നവുമില്ല. പക്ഷെ ഇതും ഞാൻ പറഞ്ഞു സൂക്ഷിക്കണം. കുട്ടികളൊന്നുള്ള സ്ഥലത്തേക്കോ കുട്ടികൾ എടുത്ത് കളിക്കുന്ന ഒരു സ്ഥലത്തേക്കോ ഈ ഒരു സാധനം ഒരിക്കലും വെക്കരുത്. എവിടെയാണെങ്കിലും ഇതുപോലുള്ള സംഭവങ്ങൾ ഡേഞ്ചറൊക്കെ തന്നെയാണ്. അപ്പൊ കുട്ടികളെ മാത്രം നമ്മൾ സൂക്ഷിച്ചാൽ മതി. ബാക്കി ഈ ഒരു സംഭവം പക്ക റിസൾട്ട് ആണ്. അതുകൊണ്ട് തന്നെ ഈച്ച വന്നിരുന്നാലും ചില ആൾക്കാർ മൈൻഡ് ആക്കില്ല. കാരണം എത്ര എന്താ പറയാ നമ്മളതിനെ തുരത്താൻ ശ്രമിച്ചാലും നമുക്കതിനെ തുരത്താൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ പല ആൾക്കാരും ഈ സംഭവം മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വാസ്തവം. എന്നാല് നിങ്ങൾ ഒരിക്കലും മൈൻഡ് ചെയ്യാതിരിക്കരുത്. കാരണം എന്ന് പറഞ്ഞാല് ഈച്ച പടർത്തുന്ന രോഗങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് പറയാൻ തന്നെ പറ്റൂല. അത്രയും വലിയ മാരകമായിട്ടുള്ള രോഗങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാക്കി തരാൻ കഴിവുള്ളവരാണ് ഈച്ചകൾ എന്ന് പറഞ്ഞാൽ. കാരണം പച്ച മലയാളത്തിൽ പറഞ്ഞാൽ നമുക്കത് എടുത്തു പറയാൻ പറ്റില്ല. ഈച്ച എവിടെയൊക്കെ പോയി ഇരിക്കുന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. ഞാനിപ്പോ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാലോചിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് തന്നെയാണ് സംഭവം. അവിടെയൊക്കെ പോയി ഇരുന്ന സംഭവം തന്നെയാണ് നമ്മുടെ ചോറിലും അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന മാങ്ങയിലോ നമ്മൾ കഴിക്കുന്ന പഴത്തിലോ ഒക്കെ വന്നിരിക്കുന്നത്. പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ ഈച്ചയെ തുരത്തുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എത്രയായാലും നമ്മൾ കുറച്ചു കാലം നമ്മൾ വിഷറി വെച്ചൊക്കെ ചില ആൾക്കാർ ഇങ്ങനെ വീശുന്ന ആൾക്കാരൊക്കെ ഉണ്ട് കുറച്ച് സമയത്തേക്ക്. പക്ഷെ അതിനൊന്നും വലിയ യൂസ്ഫുൾ ഇല്ല. അതുപോലെ തന്നെ ഫാനൊക്കെ ഇടുന്ന ആൾക്കാരുണ്ട്. ഫാൻ ഇട്ടാലും ചില കേസുകളിൽ ഒരു രക്ഷയില്ല. കാരണം അതിനൊക്കെ മറികടക്കാനുള്ള ഒരു കൽപ്പ് ഈച്ചൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതുപോലുള്ള പ്രോഡക്റ്റ് ആകുമ്പോൾ ഒരുപാടെണ്ണം ഇതിന്റെ അകത്ത് ചത്തൊടുക്കും. നിങ്ങൾ തന്നെ കണ്ടു ആ ഒരു സംഭവം. ഇനിയിപ്പോ ഇത് ഒരുപാടെണ്ണം അങ്ങനെ ചത്തൊടുക്കി കഴിഞ്ഞാൽ ആ ഒരു ഷീറ്റ് എടുക്കുക, അത് അങ്ങോട്ട് നിലത്തോ എവിടെയും കൊണ്ടുപോയിട്ട് കുഴിച്ചിട്ടാൽ മതി. പ്രശ്നം കഴിഞ്ഞു. നല്ല രീതിക്ക് കുഴിച്ചിട്ട് അത് സംസ്കരിച്ച് കഴിഞ്ഞാൽ ആ പ്രശ്നം അവിടെ കഴിയും. ഇനി നിങ്ങൾ നെക്സ്റ്റ് ഡേ വെക്കുമ്പോൾ പുതിയ ഇതുപോലെ ഒരെണ്ണം വെക്കുക. അത്രയേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള സ്പ്രേയോ കാര്യങ്ങളോ ഒക്കെ വാങ്ങുമ്പോൾ വലിയ പൈസ ചെലവുണ്ട്. ഇപ്പൊ ഈ ചില തരക്കുന്ന പല സാധനങ്ങളും ഉണ്ട്, ഹിറ്റ് പോലുള്ള പല സ്പ്രേകളും ഉണ്ട്. പക്ഷെ ആ പ്രോഡക്റ്റിന് എത്ര പൈസ കൊടുക്കണം നിങ്ങൾ? 300 രൂപ അല്ലെങ്കിൽ 200 രൂപ. 200 രൂപക്കൊന്നും ഇല്ല. കാരണം 300 രൂപയിൽ താഴെ, അതായത് 250, 270 രൂപയൊക്കെയാണ് അതിന് വില ആമസോണിലൊക്കെ. ഈ ഒരു സാധനം വളരെ ചീപ്പായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. 10 രൂപക്ക് മാത്രം കിട്ടുന്നത്. ഇതിപ്പോ നമ്മുടെ നാട്ടിലൊരു ചേട്ടൻ കൊണ്ടുവരുന്നതാണ്. ഞാനും സത്യം പറഞ്ഞാൽ ആദ്യം ഇത് അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ ഒരിക്കൽ വാങ്ങി ഉപയോഗിച്ചപ്പോഴാണ് എനിക്ക് ഈ സംഭവത്തിന്റെ റിസൾട്ട് ഇത്രയൊക്കെ ഉണ്ട് എനിക്ക് മനസ്സിലായത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് തീർച്ചയായിട്ടും വാങ്ങി ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു ഈച്ചയുടെ വീഡിയോ നമ്മുടെ കേരളത്തിലെ എല്ലാ ആൾക്കാരും നേരിടുന്ന പ്രശ്നമാണ്. എല്ലാ ഫാമിലീസിലും നേരിടുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. അപ്പൊ നമ്മൾ ചെയ്ത വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫോർമേറ്റീവ് ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് നിങ്ങളുടെ ഫാമിലീസിലോട്ടൊക്കെ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പൊ ഇതുപോലുള്ള നല്ല അറിവുമായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ബൈ.